ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. 3 കളർ പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യം 7x7 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പേപ്പറും കൂടി ഒന്നിച്ച് നമുക്ക് ഇതുപോലെ എടുത്തൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പേപ്പേഴ്സും സെയിം മെഷർമെൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോ പേപ്പറിൽ നിന്ന് 2 പെറ്റൽസ് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ മജന്ത കളർ പേപ്പറിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നത് ഒരു പെറ്റലാണ്. യെല്ലോ കളർ പെറ്റൽസിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് യെല്ലോ പെറ്റൽസിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ യെല്ലോ പെറ്റൽസ് മജന്ത കളർ പെറ്റൽസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഞാൻ യെല്ലോ പെറ്റൽസിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മജന്ത പെറ്റൽ ഇതുപോലെ ഗം വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റെം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ചന്ദനത്തിരിയുടെ സ്റ്റിക്കാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെം റെഡി ആയിരിക്കുകയാണ്. ഇനി സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതുമേൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഗ്രീൻ പേപ്പർ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഇതുപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ മടക്കിയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. രണ്ട് ലീഫ് ഒരേപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ലീഫുമേൽ ഇതുപോലെ ഗം വെച്ചിട്ട് സ്റ്റെമ്മുമേൽ ഒട്ടിച്ചു കൊടുക്കാം.
നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.